നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 5e2t പ്ലസ് 7e−3t. ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 5e2t പ്ലസ് 7e−3t. സോ ഞാനത് ബോർഡിലോട്ട് കോപ്പി ചെയ്യാണ്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 5e2t പ്ലസ് 7e−3t. സോ നിങ്ങൾക്ക് ഇവിടെ വീഡിയോയുടെ സൈഡിൽ തന്നെ കാണാം ഫോർമുലാസ്. സോ ഇതിൽ നോക്കുക, നമുക്ക് ആവശ്യം e⁻ ഫോർമുലാസ് ആണ് ആവശ്യം. സോ വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി? ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്ന് ലീനിയാരിറ്റി പ്രോപ്പർട്ടി, രണ്ട് e⁻at e⁻−at ലാപ്ലാസ് ട്രാൻസ്ഫോം. എന്താണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി പറയുന്നത്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ലീനിയാരിറ്റി പ്രോപ്പർട്ടി പറയുന്നത് a × f of t പ്ലസ് b × g of t, ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് ലാപ്ലാസ് ചെയ്യാൻ പറയുന്നതെങ്കിൽ a × f of s പ്ലസ് b × g of s. സോ 5 കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. വാട്ട് ഈസ് ദ ലാപ്ലാസ് ഓഫ് e⁻2t? അതിനു മുമ്പ് നിങ്ങൾ വീഡിയോയുടെ സൈഡിലോട്ട് നോക്കുക. വാട്ട് ഈസ് ദ ലാപ്ലാസ് ഓഫ് e⁻at? e⁻atയുടെ ലാപ്ലാസ് എന്ന് പറയുന്നത് 1/s-a. സോ e⁻2tയുടെ ലാപ്ലാസ് എന്ന് പറയുന്നത് 1/s-2 പ്ലസ് 7 × e⁻3t. e⁻atയുടെ ലാപ്ലാസ് എന്ന് നോക്കിയേ. e⁻atയുടെ ലാപ്ലാസ് എന്ന് പറയുന്നത് 1/s+a. സോ 1/s+3 അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. വിച്ച് ഗീവ്സ് 5s + 15 പ്ലസ് 7s-14 ബൈ s-2 × s+3 which is equal to 14 -14 + 15. അപ്പോൾ 1 വരും. സോ 12s + 1 ബൈ s-2 × s+3. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ ഈ കണക്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണ്ടി വന്നു. ഒന്ന് ലീനിയാരിറ്റി പ്രോപ്പർട്ടി a × f of t പ്ലസ് b × g of t. രണ്ട് e⁻atയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം e⁻−atയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോബ്ലം. സോ നമ്മുടെ സെക്കൻഡ് പ്രോബ്ലത്തിലോട്ട് പോവാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0, 0 ലെസ് ദാൻ t ലെസ് ദാൻ 1, 1, 1 ലെസ് ദാൻ t ലെസ് ദാൻ 2, 2 t ഗ്രേറ്റർ ദാൻ 2. ഒന്നൊരു ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0, 0 ലെസ് ദാൻ t ലെസ് ദാൻ 1, 1, 1 ലെസ് ദാൻ t ലെസ് ദാൻ 2, 2 t ഗ്രേറ്റർ ദാൻ 2. സോ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 0 to ∞ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കുക, നമ്മൾ ഈ സൈഡിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 0 to ∞ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 0 to 1, 1 to 2, 2 to ∞. ഇവിടെ ഒരിടത്തും 0 to ∞ വരുന്നില്ല. സോ നമ്മൾ ഇത് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട പ്രോബ്ലമാണ്. സോ ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0, 0 ലെസ് ദാൻ t ലെസ് ദാൻ 1, 1, 1 ലെസ് ദാൻ t ലെസ് ദാൻ 2, 2 t ഗ്രേറ്റർ ദാൻ 2. സോ നമ്മുടെ ഫോർമുല എന്തെന്ന് എഴുതുക. സോ വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി? ഇൻ്റഗ്രൽ 0 to ∞ e⁻−st എഫ് ഓഫ് ടി dt. ഈ ഇൻ്റഗ്രലിനെ മൂന്നായിട്ട് തിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇൻ്റഗ്രൽ 0 to 1 e⁻−st × 0 × dt പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 e⁻−st × 1 × dt പ്ലസ് ഇൻ്റഗ്രൽ 2 to ∞ e⁻−st × 2 × dt. സോ ഫസ്റ്റ് നോക്കുക, 0 × any number 0. സോ ആ റിസൾട്ട് 0 ആയിക്കോളും. സോ വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഇൻ്റഗ്രൽ e⁻−st? e⁻−st ബൈ -s. സോ ഇൻ്റഗ്രൽ e⁻−st എന്ന് പറയും e⁻−st ബൈ -s ഫ്രം ലിമിറ്റ് 1 to 2 പ്ലസ് വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഓഫ് 2 e⁻−st? സോ 2 പുറത്തോട്ട് വരും. 2 × e⁻−st ബൈ -s ഫ്രം ലിമിറ്റ് 2 to ∞. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഫൈനൽ ലിമിറ്റ് മൈനസ് ഇനീഷ്യൽ ലിമിറ്റ് എന്നാണ്. പക്ഷേ ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഇനീഷ്യൽ ലിമിറ്റ് മൈനസ് ഫൈനൽ ലിമിറ്റ്. സോ നമ്മുടെ ഉത്തരം എന്തായിട്ട് വരും? e⁻
മൈനസ് എസ് ബൈ എസ് മൈനസ് ഇ റേസ് ടു മൈനസ് 2s ബൈ എസ്. ഒന്നുകൂടെ പറയാം, നമ്മൾ സാധാരണ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഈ ഫൈനൽ ലിമിറ്റ് മൈനസ് ഇനീഷ്യൽ ലിമിറ്റ് ആണ്. പക്ഷേ ഇവിടെ ഒരു ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഇനീഷ്യൽ ലിമിറ്റ് മൈനസ് ഫൈനൽ ലിമിറ്റ് എന്നാവും. പ്ലസ് 2 ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കുക, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 ആണ്. സോ ഫൈനൽ ലിമിറ്റ് 0 എന്നായിക്കോളും. ഇനീഷ്യൽ ലിമിറ്റ് മൈനസ് ഇനീഷ്യൽ എന്നാണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. പ്ലസ് ഇ റേസ് ടു മൈനസ് 2s ബൈ എസ്. സോ നമ്മുടെ ആൻസർ എന്തെന്ന് വരും? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2 ഇ റേസ് ടു മൈനസ് 2s ബൈ എസും ഇവിടെ മൈനസ് ഇ റേസ് ടു മൈനസ് 2s ബൈ എസും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 മൈനസ് 1 1. സോ ഈ 1 ബൈ എസ് കോമൺ ആയിട്ട് എടുക്കാം. ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് ഇ റേസ് ടു മൈനസ് 2s. ഇതാണ് നമ്മുടെ ആൻസർ. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. സോ ഒന്നുകൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ലിമിറ്റ്സ് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും 0 ടു ഇൻഫിനിറ്റി അല്ല, 0 ടു ഇൻഫിനിറ്റി വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സൈഡിൽ ഒട്ടിച്ചിരിക്കുന്ന ഫോർമുലാസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എഫ് ഓഫ് ടിയുടെ ഓരോ വാല്യൂ ഓരോ സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രൽ 0 ടു 1 എഫ് ഓഫ് ടി 0, ഇൻ്റഗ്രൽ 1 ടു 2 എഫ് ഓഫ് ടി 1, ഇൻ്റഗ്രൽ 2 ടു ഇൻഫിനിറ്റിക്ക് എഫ് ഓഫ് ടി 2. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇ റേസ് ടു മൈനസ് എസ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എച്ച് ഫ്രം 1 to 2, 2 ഇ റേസ് ടു മൈനസ് എസ് ടി, 2 കോമൺ എടുക്കാം. 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ഫ്രം 2 ടു ഇൻഫിനിറ്റി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫൈനൽ ലിമിറ്റ് മൈനസ് ഇനീഷ്യൽ ലിമിറ്റ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഇനീഷ്യൽ ലിമിറ്റ് മൈനസ് ഫൈനൽ ലിമിറ്റ് എന്നാവും. അങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതും അതുപോലെ തന്നെ ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഇനീഷ്യൽ ലിമിറ്റ് മൈനസ് ഫൈനൽ ലിമിറ്റ്. ഇതിൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടാൻ പോകുന്ന ഉത്തരം എന്താണ്? 1 ബൈ എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് ഇ റേസ് ടു മൈനസ് 2s. സോ ഇതാണ് നമ്മുടെ ഉത്തരം. സോ ദിസ് ഈസ് പ്രോബ്ലം നമ്പർ 2. സോ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ 2t 0 ലെസ് ദാൻ t ലെസ് ദാൻ പൈ 0 t ഗ്രേറ്റർ ദാൻ പൈ. ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ 2t 0 ലെസ് ദാൻ t ലെസ് ദാൻ പൈ 0 t ഗ്രേറ്റർ ദാൻ പൈ. സോ നമ്മൾ ക്വസ്റ്റ്യൻ അത് കോപ്പി ചെയ്തിട്ടുണ്ട് ഇവിടെ. സോ നമുക്കത് ചെയ്യാം. L of f of t is equal to ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ 0 ടു പൈ തന്നെ ധാരാളം, കാരണം പൈ ടു ഇൻഫിനിറ്റി എന്താണ് 0 എന്ന് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സോ ഇൻ്റഗ്രൽ 0 ടു പൈ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്താണെന്ന് തന്നിട്ടുണ്ട്? സൈൻ 2t, സൈൻ 2t ഡി ടി. സോ നമ്മളിനി സ്ക്രീനിൻ്റെ ഒരു സൈഡിൽ കാണാം ഇൻ്റഗ്രൽ ഇ റേസ് ടു എ ടി സൈൻ ബി ടി എന്താണ്. സോ ഇൻ്റഗ്രൽ ഇ റേസ് ടു എ ടി സൈൻ ബി ടി എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി ബൈ എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് എ സൈൻ ബി ടി മൈനസ് ബി കോസ് ബി ടി. അത് അപ്ലൈ ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ എയുടെ സ്ഥാനത്ത് എസ് മൈനസ് എസ് എന്ന് പറയും. സോ എസ് സ്ക്വയർഡ് പ്ലസ് ബിയുടെ സ്ഥാനത്ത് 2, ഇപ്പോൾ 2 സ്ക്വയർഡ് 4 ഇൻറ്റു എ സൈൻ ബി ടി മൈനസ് ബി 2 കോസ് ബി ടി ഫ്രം ലിമിറ്റ് 0 ടു പൈ. സോ നമുക്കിനി ഓരോ ട്രിഗണോമെട്രിക് വാല്യൂസും പഠിക്കാം. കോസ് 0 ഈക്വൽ ടു കോസ് 2 പൈ ഈക്വൽ ടു 1, കോസ് 0 ഈക്വൽ ടു കോസ് 2 പൈ ഈക്വൽ ടു 1, സൈൻ 0 ഈക്വൽ ടു സൈൻ പൈ ഈക്വൽ ടു സൈൻ 2 പൈ ഈക്വൽ ടു 0, സൈൻ 0 ഈക്വൽ ടു സൈൻ പൈ ഈക്വൽ ടു സൈൻ 2 പൈ ഈക്വൽ ടു 0, കോസ് പൈ ഈക്വൽ ടു -1. ഇത്രയും വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, പൈ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 2 പൈ 0 ആണ്, 0 ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 0 അതും 0 ആണ്. സോ ഈ ടേം ഈ ഇക്വേഷനിലുള്ളത് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, അതുകൊണ്ട് നമുക്കിത് മായ്ച്ച് കളയാം. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. സോ നമ്മൾ പൈയും 0 എല്ലാം ടിക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇ റേസ് ടു മൈനസ് എസ് പൈ ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു മൈനസ് കോസ് 2 പൈ മൈനസ് ഫൈനൽ ലിമിറ്റ് എന്നാണ്. സോ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. സോ പ്ലസ് ഇ റേസ് ടു 0 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2 കോസ് 0. ഇതൊരു കാര്യം മനസ്സിലാവും, 2 കോമൺ ആണ്, എസ് സ്ക്വയർ പ്ലസ് 4 കോമൺ ആണ്. സോ 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 1, കാരണം കോസ് 0 1 ആണ്, കോസ് 2 പൈ 1 ആണ്. സോ 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് പൈ. ഇതാണ് ഇതിൻ്റെ ഉത്തരം.
സോ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കാര്യം പഠിച്ചു. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ ടി സൈൻ ബി ടി എന്താണെന്ന് പഠിച്ചു, ട്രിഗണോമെട്രിക് വാല്യൂസ് പഠിച്ചു, ഫോർമുലയിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും പഠിച്ചു. സോ ഇതാണ് നമ്മുടെ തേർഡ് പ്രോബ്ലം. സോ നമ്മുടെ നാലാമത്തെ പ്രോബ്ലം നമുക്ക് ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ടി പ്ലസ് കോസ് ടി ദ ഹോൾ സ്ക്വയർ. ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ടി പ്ലസ് കോസ് ടി ദ ഹോൾ സ്ക്വയർ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ബോർഡിലോട്ട് കോപ്പി ചെയ്യാം. എഫ് ഓഫ് ടി is equal to sin t plus cos t the whole square. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് എന്താണ്? എ സ്ക്വയർഡ് പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർഡ്. സോ സൈൻ സ്ക്വയർ ടി പ്ലസ് 2 ഇൻറ്റു സൈൻ ടി കോസ് ടി പ്ലസ് കോസ് സ്ക്വയർ ടി. ഇനി ഒരു പ്രത്യേകത നമുക്ക് കൂടെ മനസ്സിലാക്കാം. ഇവിടെ സൈൻ സ്ക്വയർ ടി ഉണ്ട് പ്ലസ് കോസ് സ്ക്വയർ ടി ഉണ്ട്. സോ വാട്ട് ഈസ് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി? 1. സോ എന്തായിട്ട് മാറും? 1 പ്ലസ് 2 സൈൻ ടി കോസ് ടി ഇസ് ഈക്വൽ ടു 1 പ്ലസ് വാട്ട് ഈസ് 2 സൈൻ എ കോസ് എ? സൈൻ 2a. സോ സൈൻ 2t. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? സൈൻ ടി പ്ലസ് കോസ് ടി ദ ഹോൾ സ്ക്വയർഡിന് 1 പ്ലസ് സൈൻ 2t എന്ന് എഴുതാൻ പറ്റി. സോ ഇതിൻ്റെ നമ്മൾ എങ്ങനെ ലാപ്ലാസ് എടുക്കാം? സോ വാട്ട് ഈസ് എൽ ഓഫ് എഫ് ഓഫ് ടി? L of f of t is equal to L of 1 plus sin 2t. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, which is equal to L of 1 plus L of sin 2t. ഇനി വീഡിയോയുടെ സൈഡിലോട്ട് നോക്കുക. വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് 1? 1 by s. സോ 1 by s പ്ലസ് വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് sin at? a by s squared plus a squared. സോ 2 by s squared plus 2 squared എന്ന് പറയുമ്പോൾ 4, which is equal to s squared plus 4 plus 2s. So s squared plus 2s plus 4 by s into s squared plus 4. ഇതാണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ പ്രോബ്ലത്തിലോട്ട് പോവാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ക്യൂ പ്ലസ് 3t സ്ക്വയർഡ് മൈനസ് 6t പ്ലസ് 4. ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ക്യൂബ് പ്ലസ് 3t സ്ക്വയർഡ് മൈനസ് 6t പ്ലസ് 4. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ബോർഡിലോട്ട് കോപ്പി ചെയ്യാം. സോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ക്യൂബ് പ്ലസ് 3t സ്ക്വയർഡ് മൈനസ് 6t പ്ലസ് 4. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ക്രീനിൻ്റെ സൈഡിലോട്ട് നോക്കുക. സോ ടി ക്യൂബ് 3 ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു 3യുടെ നെക്സ്റ്റ് നമ്പർ. 3യുടെ നെക്സ്റ്റ് നമ്പർ എന്താണ്? 4. സോ 3 ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു 4 പ്ലസ് 3t സ്ക്വയർഡ് എന്നാണ്. സോ 3 ഇൻറ്റു ടി സ്ക്വയർഡ് എന്തായിരിക്കും? 2 ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു 2യുടെ നെക്സ്റ്റ് നമ്പർ വിച്ച് ഇസ് 3. 2 ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു 3 മൈനസ് 6 ഇൻറ്റു ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്. ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? 1 by s സ്ക്വയർഡ്. സോ 1 by s സ്ക്വയർഡ് പ്ലസ് 4. സോ നമുക്കൊരു കാര്യം ചെയ്യാം. സോറി, പ്ലസ് 4 ഉണ്ട്. 4 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ലാപ്ലാസ് എന്താണ്? കോൺസ്റ്റൻറ്റ് ബൈ എസ്. സോ 4 by s. സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് എല്ലാത്തിലും 6 കോമൺ ആണ്. കാരണം 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 6 ആണ്. 3 ഇൻറ്റു 2 ഫാക്ടോറിയലും 6 ആണ്. 6 ഈ ഭാഗത്തിൽ നിന്ന് 6 കോമൺ ആണ്. സോ 6 എടുക്കാം. ഇതിലൊരു എസ് സ്ക്വയർഡ് കോമൺ ആണ്. സോ 6 by s സ്ക്വയർഡ് ഇൻറ്റു 1 by s സ്ക്വയർഡ് പ്ലസ് 1 by s മൈനസ് 1 പ്ലസ് 4 by s. ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് ഒന്നുകൂടെ ഈ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ടി ക്യൂബ് പ്ലസ് 3t സ്ക്വയർഡ് മൈനസ് 6t പ്ലസ് 4. സോ ടി ക്യൂബിൻ്റെ ലാപ്ലാസ് എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു 4. 3t സ്ക്വയർഡ് 3 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ടി സ്ക്വയറിൻ്റെ ലാപ്ലാസ് എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു 3 മൈനസ് 6 ഇൻറ്റു ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നിങ്ങൾക്ക് സൈഡിൽ കാണാം. 1 by s സ്ക്വയർഡ് പ്ലസ് 4. 4 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 1 എന്ന് എഴുതാം. 4 കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തോട്ട് എടുക്കാം. വാട്ട് ഈസ് 1 ലാപ്ലാസ് ഓഫ് 1 by s. സോ 4 by s. ഈ മൂന്ന് ടേംസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 6 കോമൺ എടുക്കാം. കാര്യം 3 ഫാക്ടോറിയൽ 6 ആണ്. 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ 6 ആണ്. 6 ഇൻറ്റു 1 6 ആണ്. 6 കോമൺ എടുക്കാം. ഇതിലെല്ലാം ഒരു എസ് സ്ക്വയർഡ് കോമൺ ആണ്. എസ് സ്ക്വയർഡ് കോമൺ ആയിട്ട് എടുത്തു. സോ ഇവിടെ നിന്ന് നമുക്ക് കോമൺ എടുക്കാൻ പറ്റത്തില്ല. സോ പ്ലസ് 4 by s അങ്ങനെ തന്നെ ഇടുക. സോ ഇതാണ് നമ്മുടെ 5th പ്രോബ്ലത്തിൻ്റെ ആൻസർ. നമുക്ക് ഈ വീഡിയോയിലെ ലാസ്റ്റ് പ്രോബ്ലം ചെക്ക് ചെയ്യാം, വിച്ച് ഇസ് ദ 6th പ്രോബ്ലം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ എ ടി പ്ലസ് ബി.
ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ എ ടി പ്ലസ് ബി. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ എഫ് ഓഫ് ടി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സൈൻ എ ടി പ്ലസ് ബി ആണ്. ഇനി മനസ്സിലാക്കേണ്ട വാട്ട് ഈ സൈൻ എ പ്ലസ് ബി. സൈൻ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സൈൻ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി അപ്ലൈ ചെയ്യുക. ജി സൈൻ എ ടി കോസ് ബി പ്ലസ് കോസ് എ ടി സൈൻ ബി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ടിയെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആളുകളെല്ലാം കോൺസ്റ്റൻസ് ആണ്. ഇവിടെ ടിയെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആരാണ്? കോസ് ബിയും സൈൻ ബിയും. സോ ഇവർ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ലാപ്ലാസ് ഒരിക്കലും കോസ് ബിക്കും സൈൻ ബിക്കും അപ്ലൈ ചെയ്യരുത്. സോ ഇതിൻ്റെ ലാപ്ലാസ് എങ്ങനെ എടുക്കാം? എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, ഇത് നമ്മുടെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി പോലെയാണ്, എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി. സോ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കുക. കോസ് ബി ഇൻറ്റു വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് സൈൻ എ ടി? നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ സൈഡിൽ കാണാം. സൈൻ എ ടിയുടെ ലാപ്ലാസ് എന്ന് പറയുന്നത് എ ബൈ എസ് സ്ക്വയർഡ് പ്ലസ് എ സ്ക്വയർഡ് പ്ലസ് സൈൻ ബി കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കാം. സൈൻ ബി ഇൻറ്റു വാട്ട് ഈസ് കോസ് എ ടിയുടെ ലാപ്ലാസ്? എസ് ബൈ എസ് സ്ക്വയർഡ് പ്ലസ് എ സ്ക്വയർഡ്. രണ്ടുപേരുടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ജോയിൻ ചെയ്യാം. എസ് സ്ക്വയർഡ് പ്ലസ് എ സ്ക്വയർഡ് എന്ത് വരും? എ കോസ് ബി പ്ലസ് എസ് സൈൻ ബി. സോ ഇതാണ് നമ്മുടെ 6ാമത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസർ. സോ നമ്മൾ 50 പ്ലസ് പ്രോബ്ലംസ് ഓൺ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഫസ്റ്റ് 6 പ്രോബ്ലംസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.